ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വാഹനം എന്ന് പറയുന്നത് നമ്മൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന ഗണേഷ് കുമാർ, അതായത് നമ്മുടെ ഗതാഗത മന്ത്രിക്ക് പോലും മെയിൽ അയച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുവരെ ഒരു മാറ്റമില്ലാതെ 40,553 രൂപയോളം ഫൈൻ അടയ്ക്കാനുള്ളത് ഇപ്പോഴും ഓവർ ഡ്യൂ ആയിട്ട് കെടുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാഹനത്തിന്റെ അവസ്ഥ നോക്കൂ. ഇത് അടയ്ക്കാതെ നിരത്തിൽ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വാഹനത്തിൽ ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വാഹനം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിക്കുന്നില്ല, ഒന്ന് സ്റ്റാർട്ടാക്കുന്ന പോലുമില്ല, ഒന്ന് ക്ലീൻ ചെയ്യുന്നില്ല. ഗവൺമെന്റ് അതോറിറ്റീസിൽ വരുന്ന അവിടെ വരുന്ന ഗവൺമെന്റ് എംപ്ലോയീസ് ജനങ്ങളുടെ സ്വത്തായിട്ടുള്ള ഈ ഒരു വണ്ടീനെ ഒന്ന് കഴുകാനോ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനോ തയ്യാറാവുന്നില്ല. നിരത്തിലിറക്കാനായിട്ടുള്ള ഫോർമാലിറ്റീസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഇതാരോടുള്ള വെല്ലുവിളിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ടാക്സ് കൊണ്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റിനോടുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ജനങ്ങൾ അറിയേണ്ട കാര്യമല്ലേ? നിയമം തെറ്റിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ഇത് നിയമം തെറ്റിച്ചത് കാണാതിരിക്കാനായിട്ട്, അതായത് ജനങ്ങൾ കാണാതിരിക്കാനായിട്ട് ആ വാഹനത്തിന്റെ മുന്നിൽ നിൽക്കാണ് കേട്ടോ. ജനങ്ങൾ കാണരുത്, ആ നമ്പർ കാണരുത്. അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ വണ്ടിയാണെന്നുള്ളത്